ഹലോ ഗൈസ്, ഇതാണ് നമ്മളെ വീട്ടിലെ ഫ്രിഡ്ജ് കേട്ടോ. ഇപ്പോൾ ഇവനെ വാങ്ങിയിട്ട് നമ്മൾ 4 മാസമായി ഗൈസ്. അപ്പോൾ 1 മാസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ അവസ്ഥയാണോ ഇന്നും നമുക്ക് കാണണ്ടേ. ഇപ്പം ഞാൻ ഇടയ്ക്ക് ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കാണും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ മെയ്ഡ് തുണിയൊക്കെ വെച്ച് നന്നായി കെട്ടിയിട്ടുണ്ട്. കാരണം അച്ഛനറിയാം ഞങ്ങൾ എങ്ങനെയുള്ള മക്കളാണെന്ന് അച്ഛൻ അറിയാമെന്നുണ്ട് തന്നെ അച്ഛൻ വെള്ളത്തുണി എടുത്ത് നന്നായിട്ട് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ കരി പിടിച്ച പാത്രം കൊണ്ടൊക്കെ വന്ന് കൈയൊക്കെ കൊണ്ട് ഇതൊക്കെ വന്ന് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അതുമ്പോൾ കരി പിടിക്കാൻ അച്ഛൻ സമ്മതിക്കില്ല കേട്ടോ. പിന്നെ തുടക്കത്തിലാവുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ നമ്മൾ ആരായാലും. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അച്ഛനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഞങ്ങൾ അച്ഛൻ ഇങ്ങനെ കേട്ടോ. എവിടെയെങ്കിലും തൊടുമ്പോഴും പിടിമ്പോഴൊക്കെ അച്ഛന് ഭയങ്കര ടെൻഷനാണ്. കാരണം കേടൊന്ന് പോകുന്നുള്ള ടെൻഷൻ, വാങ്ങിയിട്ട് കുറച്ചല്ലായുള്ളൂ. അപ്പോൾ കരി പിടിക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല ഗൈസ്. അപ്പോൾ ഉള്ളിലെ അവസ്ഥ ഒന്ന് കാണണ്ടേ ഗൈസ്. നമ്മൾ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ കണ്ടു നോക്കൂ. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. ഇപ്പോൾ ഫ്രീസറിൽ ഹിമാലയം പോലെ ആയോ ഫ്രീസർ വീണ്ടും. പിന്നെ ഒന്നാമത് പിന്നെ ഫ്രിഡ്ജിൻ്റെ മേൽഭാഗം പിന്നെ പറയണ്ട ഗൈസ്. കണ്ടില്ലേ എല്ലാ സാധനങ്ങളും അച്ഛൻ രാവിലെ പറഞ്ഞോളൂ കത്തി വെക്കാൻ. ഒരു 3-4 കത്തിയും കൂടി എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ മേലെ കൊണ്ടുപോയി വയ്ക്കുക. നമുക്ക് ഫ്രിഡ്ജിൻ്റെ മേലെ കത്തി വെക്കുക. ഇഷ്ടംപോലെ സ്ഥലം കിടപ്പുണ്ടെന്ന് അച്ഛൻ കുറേ വഴക്ക് പറഞ്ഞോളൂ രാവിലെ. അപ്പോൾ കണ്ടോ ഉള്ള പാത്രം, ഇഞ്ചിൻ്റെ കഷ്ണം, കപ്പ് എല്ലതും കൊണ്ട് ഫയൽ പഠിക്കുന്ന എന്തൊക്കെ ഫയലും കാര്യങ്ങളും അത് വരെയും നമ്മൾ ഫ്രിഡ്ജിൻ്റെ മേലെ കൊണ്ട് വെച്ചിട്ടുള്ള ഗൈസ്. എന്നാൽ പോലെ നമ്മൾ ഫ്രിഡ്ജിനെ വെറുതെ വിടൂല ഒരു വിധത്തിലും. അങ്ങനെ പിന്നെ അച്ഛൻ തുണിയൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഫ്രിഡ്ജ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്രീസറിൻ്റെ ഉള്ളിൽ ഇതട്ടെ ചിക്കൻ എടുക്കാൻ വിചാരിച്ചപ്പോഴാണ് ഫ്രീസർ ഒന്ന് കാണിക്കാതിരുന്ന ഈ ഇതാണ് വെച്ച ചിക്കന്. പിന്നെ ഉള്ളത് ഇതെന്തായാലും കുഞ്ചാവേ, അത് മത്തി. ഇത് മത്തിയാണ്. പിന്നെ ഇതിൽ പച്ചമാങ്ങ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതെന്താ, ഇത് തുറന്നു. ഇത് മത്തിയുടെ തലയാണ് കേട്ടോ. അപ്പം നമ്മൾ ഫ്രീസറിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് കേട്ടോ, ഇത് പഞ്ഞീനാണേ, മത്തിയുടെ പഞ്ഞീന് കട്ട് ചെയ്ത് അതുപോലെ അങ്ങ് എടുത്ത് വെച്ചതാണ് പഞ്ഞീന്. പിന്നെ നമുക്ക് നോക്കാം ഇതെന്താ കേട്ടോ, കുറച്ച് തുറന്ന് ഇത് നോക്കട്ടെ. ഇതട്ടോ ചോറ്. പിന്നെ ഇതെന്താ ഇതട്ടോ ആ ദോശക്ക് അരച്ച മാവിൻ്റെ ബാക്കി. പിന്നെ ഈ ഇരിക്കുന്നത് ചക്കക്കുരു. എന്നെ പുറത്തെടുക്കണില്ലേന്ന് വെച്ചിട്ട് ചക്കക്കുരു വരെ പുറത്തിറങ്ങാൻ തുടങ്ങി ഗൈസ്. ചക്കക്കുരുണ്ട്. പിന്നെ ഇത് ഗൈസ് പപ്പായ എന്ന് രാവിലെ അച്ഛന് റേഷൻ മുറിച്ചിട്ട് ബാക്കി അതുപോലെ എടുത്ത് വെച്ചേക്കുവാണ്. ഇത് പുറത്തെടുത്ത് വെച്ചേ പപ്പായ. പിന്നെ കഴിഞ്ഞ ദിവസം അട ഉണ്ടാക്കിയിട്ട് വാഴൻ്റെ ഇല്ലാത്ത കാരണം ബാക്കി വന്ന വാഴൻ്റെ എടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ഞാൻ തന്നെയാണ് ഗൈസ് ഈ പണി കാണിച്ചത്. പിന്നെ ഇതെന്താ, അത് തുറന്നു. ഇതെന്താ, പിന്നെ ഗൈസ് വേറെയും കുറേ പാത്രങ്ങൾ നമുക്ക് നോക്കാം ഗൈസ്. ഇതാ മോര് കറിയിട്ടാ. പിന്നെ അത് ഞാൻ കഴിഞ്ഞ ദിവസം അട ഉണ്ടാക്കിയ ബാക്കി കുഴച്ച് വെച്ച മാവ്. അപ്പോൾ ഗൈസ് ഇത് കേട്ടോ ഈത്തപ്പഴം, പച്ച ഈത്തപ്പഴം. പിന്നെ കേട്ടോ തക്കാളി. ഈ ഇരിക്കണം എന്താ, കഴിഞ്ഞ ദിവസം മത്തൻ കറി ഉണ്ടാക്കിയതിൻ്റെ മത്തന്. പിന്നെ അതാ ഒരു കറ്റാർവാഴ, എന്നോ ദിവസം മുറിച്ച് വെച്ചതാട്ടോ കറ്റാർവാഴ. ഇതുവരെ പുറത്തെടുത്ത് ഇത് മതി, ഇത് കളഞ്ഞേരെ അത്. പിന്നെ ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അനിയത്തി വെക്കും, നീ എന്തിനാ ഇതൊക്കെ വീഡിയോ എടുത്തിട്ടേന്ന്. അറിയണം നമ്മൾ വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ അല്ലേ. നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജ് കാണിക്കത്തുള്ളൂ, അതിന് മുന്നേ അറിയണമല്ലോ. ഇത് നോക്കട്ടെ കുഞ്ചാവേ, ഇത് ഓരോന്ന് എടുത്ത് നോക്കട്ടെ. ഇത് എന്തായിട്ട് അവർ ഇത് മാങ്ങയാണ് ഗൈസ്. നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ മാങ്ങ. ഇതെന്താ, ഇത് ഗൈസ് അവക്കാഡോ. പിന്നെ ഇത് ഗൈസ് സബർജിലുണ്ട്. പിന്നെ പച്ചക്കായ കൂടി ഇരുന്ന് പഴുത്ത് ഗൈസ്, പച്ചക്കായ. പിന്നെ കുറച്ച് കൊത്തമര കേട്ടോ, ഞങ്ങളുടെ കൊത്തമര എന്ന് പറയാം, കൊത്തമര. പിന്നെ ഉണ്ട് പച്ചമുളക്, ഇഞ്ചി, പച്ചക്കായ കേട് വന്ന് തുടങ്ങി ഗൈസ്. പിന്നെ 2-3 പിന്നെ ഗൈസ് ഫ്രിഡ്ജിൻ്റെ ഈ സൈഡിൽ
കുറച്ചധികം പപ്പടം ഉണ്ട് കേട്ടോ. അത് വീട്ടിൽ ഒരു വയ്യാതെ കുട്ടി വന്നപ്പോൾ അച്ഛൻ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. കുറച്ചധികം തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഫ്രിഡ്ജിലാകുമ്പോൾ കുറച്ച് ദിവസം ഇരിക്കുമല്ലോ. പിന്നെ പപ്പടം ഉണ്ട്, പിന്നെ ചെറുനാരങ്ങ, പിന്നെ ഇത് മൈദപ്പൊടി ഉണ്ട്. പാറ്റയുടെ ശല്യം സഹിക്കാൻ കഴിഞ്ഞിട്ട് മൈദപ്പൊടിയുടെ പാക്കറ്റ് ഇങ്ങോട്ട് ഇട്ട് വെച്ചേക്കുവാണ്. പിന്നെ ഡാൽഡ ഉണ്ട്, ടൊമാറ്റോ സോസ്, സോയാ സോസ്, പിന്നെ ഇത് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാക്കി വെച്ചേക്കുവാണ് കേട്ടോ. പിന്നെ ഇവിടെ കാണാത്ത സ്കോച്ച്, പിന്നെ ഇതാ വാഴണ്ടല, അത് ഇതൊക്കെ പോയിട്ട് കുറേ ചപ്പും ചവറുകളൊക്കെയാണ് നമ്മൾ ഫ്രിഡ്ജിലുള്ള ഗൈസ്. നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കാണിക്കുന്നില്ല, ഒരു അർത്ഥമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ വീട്ടിലെ 3 മാസമായിട്ടുള്ള ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഗൈസ്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നുണ്ടല്ലേ. ഇത് കാണുമ്പോൾ EMI എടുക്കാനൊരു സന്തോഷമുണ്ട്, കൊണ്ടുനടക്കാൻ അറിയുന്നുണ്ടല്ലോ. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ. ഓക്കെ.